AK ആന്റണിക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്താണ്. നമുക്കെല്ലാവർക്കും സമീപിക്കാവുന്ന വ്യക്തിയാണ്. ദീർഘകാലത്തെ അടുപ്പം അദ്ദേഹവുമായിട്ടുണ്ട്. ഞാനും അദ്ദേഹവുമായി അസംബ്ലിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗമായി ഇപ്പോൾ നമ്മുടെ നാടിനെ കേരളത്തെ പ്രതിനിധീകരിക്കുകയാണ്, ആലപ്പുഴയെ പ്രതിനിധീകരിക്കുകയാണ്. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ദേശീയ തലത്തിൽ അധികാരത്തിലില്ലെങ്കിലും തന്റെ വ്യക്തിപരമായ സ്വാധീനവും കഴിവും പാർലമെന്റിലെ കോൺഗ്രസിന്റെ സുപ്രധാന നേതാവ് എന്നുള്ള തരത്തിലുള്ള നിലയുമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. KSRTC സമ്പൂർണമായ നവീകരണത്തിന് വിധേയമാകേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ വലിയ പരാതികളൊന്നും KSRTCയെ പറ്റി കേൾക്കുന്നില്ല. അത്ര വലിയ പരാതികളൊന്നും ഇപ്പോൾ കേൾക്കാനില്ലെങ്കിലും ആവശ്യത്തിന് ബസ്സുകളില്ല, ആധുനികവൽക്കരണം വേണ്ടത് നടക്കുന്നില്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്, യാത്രക്കാർക്ക് ആവശ്യാനുസരണം ബസ്സുകളില്ല എന്നുള്ള പ്രശ്നമടക്കം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. നല്ല പണം ആവശ്യമാണെങ്കിലും നമ്മുടെ നാടിന്റെ പ്രധാന ഔദ്യോഗിക ഗതാഗത സംവിധാനം എന്നുള്ള തരത്തിൽ KSRTCയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെല്ലാവരും കരുതുകയാണ്. ശ്രീ KC വേണുഗോപാൽ കേരളത്തിനു വേണ്ടി നമ്മുടെ പാർലമെന്റിൽ വലിയ നിലയിൽ പൊരുതുന്നത് നമുക്ക് ടെലിവിഷനിലോ കാണാൻ വേണ്ടി കഴിയും. ഒരു വർഗീയതയ്ക്കും രാജ്യത്തിന്റെ ഫാസിസ്റ്റ് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് പാർലമെന്റിലെ കനത്ത ശബ്ദമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നേടുന്ന തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച്, ജാതിമത പരിഗണനകളൊക്കെ മാറ്റിവെച്ച് ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ശ്രീ KC വേണുഗോപാലും ഞാനും ഞങ്ങളെപ്പോലുള്ള ആളുകൾ. പിന്നെ ഇവിടെ നമുക്ക് വോട്ട് ചെയ്തവരാരാണ്, വോട്ട് ചെയ്യാത്തവരാരാണ്, അങ്ങനെ ഇവിടെ പരിഗണനയൊന്നും പിന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ജനപ്രീതിയോടുകൂടി ജയിച്ചു വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ അസംബ്ലി ഇലക്ഷനും ജയിച്ചു മത്സരിച്ചപ്പോൾ മത്സരിച്ച എല്ലാ പാർലമെന്റ് ഇലക്ഷനും വിജയിച്ചു. അതൊക്കെ അപൂർവമായിട്ടുള്ള ആലപ്പുഴ പോലൊരു രാഷ്ട്രീയം മാത്രമുള്ള ഒരു നാടായി ആലപ്പുഴ. ഓരോ ആളുടെയും രാഷ്ട്രീയമാണ് ഇവിടെ. നമ്മുടെ ഭക്ഷണം തന്നെ രാഷ്ട്രീയമാണെന്ന് വേണമെങ്കിൽ തോന്നും. അപ്പോൾ അവിടെ ഇങ്ങനെ തുടർച്ചയായി വിജയിക്കുക, പരാജയം അറിയാതെ വിജയിക്കുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായെടുക്കുന്ന സമീപനം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ MLA മാരും നമ്മുടെ AD തോമസ് വന്നിട്ടുണ്ടോ? ഇല്ല, AD തോമസ് വന്നിട്ടുണ്ടോ? ഇല്ലേ? അപ്പോൾ AD തോമസ് ഞാനുമാണ് ഇവിടുത്തെ MLA ഈ ഭാഗത്ത്. ഞങ്ങളെല്ലാവരും KC കൈകോർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങളും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.